ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ കഥയിൽ നികേഷ് ആ ഞെട്ടിക്കുന്ന സത്യം അറിയുകയാണ്, തൻ്റെ അമ്മ മറ്റൊരു സ്ത്രീയാണെന്ന്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കുക്കറിൽ വെക്കാനുള്ള പാത്രമൊക്കെ അന്വേഷിച്ച് അവർ മച്ചിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചാക്കുകെട്ട് കിട്ടും. ആ ചാക്കുകെട്ടിനകത്ത് കുറേ പഴയ ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. ആ ഫോട്ടോസ് ഒളിപ്പിക്കാൻ സുഭാഷും സുധീഷൊക്കെ ശ്രമിക്കുന്നെങ്കിലും നികേഷ് അത് കാണുന്ന ഒരു ക്യൂരിയോസിറ്റിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോസൊക്കെ നോക്കുകയാണ്. അതിനകത്ത് സുഭാഷിൻ്റെയും സുധീഷിൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഫോട്ടോസുകളും അമ്മയുടെ ഫോട്ടോയും അമ്മയുടെ അച്ഛൻ്റെയും വിവാഹ ഫോട്ടോകളും ഒക്കെ കാണുന്നുണ്ട്. എല്ലാ ഫോട്ടോസിനകത്തും ഇവർ മൂന്ന് പേരെയും അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. തന്നെ മാത്രം എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഒന്നും കാണുന്നില്ല. അപ്പോൾ സുഭാഷേട്ടൻ ചോദിക്കും, എന്താ സുഭാഷേട്ടാ, എല്ലാ ഫോട്ടോസും ഇതിനകത്തുണ്ട്, നിങ്ങളെ മൂന്ന് പേരെ അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയുണ്ട്, പക്ഷേ എന്നെ മാത്രം അമ്മ എടുക്കുന്ന ഫോട്ടോ ഒന്നും ഇല്ലല്ലോ, അതെന്താ അങ്ങനെ? അത് അതിനകത്ത് എവിടെയെങ്കിലും കാണും മോനെ, കിടന്ന് ചീത്തയായി പോയതായിരിക്കും. നിങ്ങളുടെ ഒന്നും ഫോട്ടോ ചീത്തയല്ലോ, പിന്നെ എൻ്റെ ഫോട്ടോ മാത്രം എന്താ കാണാത്തതെന്ന് പറഞ്ഞാൽ നികേഷിന് വിഷമാവും. അപ്പോൾ ഭാസ്കരൻ വന്നിട്ട് പറയും, കണ്ടോടാ എൻ്റെ കല്യാണ ഫോട്ടോ, എന്ത് സുന്ദരനായിരുന്നു ഞാൻ. ഉടനെ സുധീഷ് പറയും, ഓ പിന്നെ എന്ന് പറയും. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞൊരു ഫോട്ടോ കാണുമ്പോൾ അതിനകത്ത് നികേഷിനെയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നികേഷ് ചോദിക്കും, ഇതേതാ ഈ സ്ത്രീ, ഇവരെന്തിനാ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്? എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ, ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തേക്കെന്ന് ചോദിക്കും. അപ്പോൾ സുധീഷിന് കാര്യം മനസ്സിലാവും, സുധീഷിനൊക്കെ അറിയാമല്ലോ. അപ്പോൾ സുധീഷ് പറയാം, അത് മോനെ നമ്മുടെ അമ്മയുടെ അനിയത്തിയായിരുന്നു ഇതിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇത് അമ്മയുടെ അനിയത്തിയൊന്നുമല്ല, ഇത് ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയുടെ കണക്കുണ്ടല്ലോ, രാജസ്ഥാനിലൊക്കെയുള്ള, അവരെന്തിനാ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്? എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ല, പിന്നെ ഈ സ്ത്രീയുടെ കാര്യം എന്തിനാ എന്നെ കൊടുത്തത് എന്നൊക്കെ ചോദിക്കും. എടാ അത് ചിലപ്പം വെറുതെ തോന്നിയതായിരിക്കും, അല്ല ഇവരെ എന്തിനാ, എനിക്കിഷ്ടമല്ല ഇവരെന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നികേഷ് പറയുന്നുണ്ട്. സുഭാഷിനും ഹരീഷിനും ഒന്നും പറയാനും പറ്റുന്നില്ല. പെട്ടെന്ന് ആ ഫോട്ടോ എടുത്തോണ്ട് ഭാസ്കരൻ്റെ അടുത്തോട്ട് വരികയാണ്. ഭാസ്കരനൊക്കെ ചോദിക്കും, അതേ എൻ്റെ അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ല, പിന്നെ നിങ്ങൾ എന്തുവായിരുന്നു, ആരുടെ ചോദിച്ചുകൊണ്ടായി ഈ സ്ത്രീയുടെ കയ്യിൽ എന്നെ കൊടുത്തേന്ന് നോക്കും. ഉടനെ സുധീഷ് പറയും, എടാ അതേ നമ്മുടെ അച്ഛനെ രണ്ടാമതൊരു സ്ത്രീ വിവാഹം കഴിച്ചില്ലേ, ആ സ്ത്രീയാണ് ഇതെന്ന് പറയും. അത് ചോദിക്കും, ഓ അവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തത്? എൻ്റെ അമ്മയല്ലേ എന്നെ പ്രസവിച്ചത്, പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചു കൊടുത്ത സ്ത്രീയുടെ കയ്യിൽ എന്നെ കൊടുത്തത്? എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും. എൻ്റെ അമ്മ മാത്രം എന്നെ എടുത്തോണ്ട് നിന്നാൽ മതി എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട്. നിങ്ങൾക്കല്ലേ ഞാൻ ചോദിച്ചത് ഇവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തതെന്ന്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ ദേഷ്യം വരും. ഭാസ്കരൻ പറയും, പിന്നെ നിൻ്റെ അമ്മ നിന്നെ എടുത്തുകൊണ്ട് നിൽക്കാതെ വല്ലോടം കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുമെന്ന് ചോദിക്കും. ഉടനെ നികേഷ് ചോദിക്കും, എന്തോ നിങ്ങൾ പറഞ്ഞത്, എൻ്റെ അമ്മയോ? ആ നിൻ്റെ അമ്മയാണ് നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണോ ഇത് നികേഷ് കരയുന്നുണ്ട്. ഉടനെ ഓടി വന്ന് സുഭാഷിനൊക്കെ ചോദിക്കും, സുഭാഷേട്ടാ എന്തായി പറയുന്നത്? സുഭാഷേട്ടൻ്റെ എൻ്റെ അമ്മ ഒന്നല്ലേ, എൻ്റെ അമ്മ വേറെയാണോ? ഞാൻ നിങ്ങളുടെ അനിയനല്ലയോ എന്നൊരു 100 ചോദ്യങ്ങളങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, നീ ഞങ്ങളുടെ അനിയനാണ്. അല്ല, സുഭാഷേട്ടൻ കള്ളം പറയുക, അച്ഛൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയാണ് എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നതെന്ന്. നിങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയ്ക്കകത്ത് തോന്നുന്നു അമ്മ എന്നെ എടുത്തുകൊണ്ട് നിന്നിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ ഈ സ്ത്രീ എടുത്തുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നികേഷൻ കരയാൻ തുടങ്ങും. എടാ മോനെ അങ്ങനൊന്നും അല്ല, അച്ഛൻ വെറുതെ കള്ളു കുടിച്ചിട്ട് പറയുക. ഉടനെ ഭാസ്കരൻ പറയും, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ സത്യം തന്നെ പറഞ്ഞത്, നിൻ്റെ അമ്മയാണ് നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്, അവന്മാരുടെ അമ്മ വേറെയാണ്, നിൻ്റെ അമ്മ വേറെയാണെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങോട്ട് പറയും, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, നിങ്ങളിപ്പോൾ ഇതൊക്കെ കൂടെ പറയേണ്ട കാര്യം എന്തോ ഇരിക്കുന്നത്, എടാ സത്യം പറയണ്ടേ, ഞാൻ അന്നേ പറഞ്ഞ സത്യമൊക്കെ പറയാം, അവിടെ നിനക്കൊക്കെ എല്ലായിരുന്നോ സത്യം പറയേണ്ടതെന്ന് പറഞ്ഞുള്ളൊരു പറച്ചിൽ. ഇതുകൊണ്ട് ദേഷിച്ച് ഭാസ്കരൻ ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഉടനെ സുധീഷിനും ഹരീഷിനും സുഭാഷിനൊക്കെ വിഷമം. നികേഷിന് ഒരു ഇച്ചിരി കാര്യം കിട്ടിയാൽ മതി, അപ്പോഴേ അങ്ങ് സങ്കടവും കരച്ചിലൊക്കെ വരും. കുഞ്ഞനിയനായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നില്ല, അപ്പോൾ നിധിക്കും ഷോക്കായിപ്പോവും. എന്താണ് നിധി ആദ്യമായിട്ടില്ല അറിയുന്നത് സ്വന്തം അല്ല എന്നുള്ള കാര്യം. നികേഷിനങ്ങ് വിഷമം സഹിക്കാൻ വയ്യ. നികേഷിനെ എല്ലാവരും വന്നങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. പറയാം, എടാ മോനെ, സുഭാഷ് പറയാം, എടാ രണ്ടമ്മ പ്രസവിച്ചെങ്കിൽ എന്താ, നീ അന്നും ഇന്നും ഞങ്ങളുടെ അനിയൻ തന്നെയല്ലേ, പിന്നെ എന്താ കൊച്ചിലെ തൊട്ട് നിങ്ങൾ എന്നെ സ്വന്തം അനിയനെ പോലെയല്ലേ വളർത്തിയത്, ഇത്രയും കാലം നിങ്ങൾ എന്തിനാ എന്നെ സത്യം മറച്ചു വെച്ചെന്നൊക്കെ ചോദിക്കും. എടാ അതിന് നിന്നെ ഞങ്ങൾ രണ്ടായിട്ട് കണ്ടിട്ടില്ല, നീ ഞങ്ങളുടെ സ്വന്തം അനിയൻ തന്നെ, ആ സ്ഥിതിക്ക് ഞങ്ങൾ എന്തിനാ പിന്നെ നിന്നെ മറ്റൊരു സ്ത്രീയെ പ്രസവിച്ചെന്നൊക്കെ പറയുന്നത്, എന്നാലും നീ ഞങ്ങളുടെ സ്വന്തം അനിയനാന്ന് പറഞ്ഞ് സുഭാഷിനെ കെട്ടിപ്പിടിക്കും. അപ്പോഴത്തേക്ക് ഹരീഷ് ഓടി വന്ന് സുധീഷ് കൂടി വന്നങ്ങ് നികേഷിനെ കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. അതൊക്കെ കാണുമ്പോൾ നിധിക്ക് അങ്ങ് വലിയ സങ്കടമാവും. അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് നികേഷിനെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. നിധി വന്ന് സുധീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പറയും, ഞങ്ങളുടെ ചെറുപ്പ സമയത്തായിരുന്നു അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയത്. അച്ഛൻ അമ്മയെ കൊന്ന് ജയിലിൽ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിനുശേഷം കുറേ നാൾ അച്ഛൻ ഇങ്ങോട്ട് നാട്ടിലോട്ടൊന്നും വന്നിട്ടില്ല. അതിനുശേഷം കുറേ നാളിന് ശേഷം ഈ സ്ത്രീയുമായിട്ടാണ് വീട്ടിൽ വന്നത്. അന്ന് അച്ഛൻ്റെ കയ്യിൽ ഈ കുഞ്ഞും ഉണ്ടായിരുന്നു, നികേഷും ഉണ്ടായിരുന്നു.
കുറേ നാൾ അവരിവിടെ ഞങ്ങളോടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ദിവസം അവരിവിടെ നിന്ന് പോയി. നികേഷിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവർ പോയത്. അന്ന് തൊട്ട് നികേഷ് ഞങ്ങളെ കൂടുണ്ട്. തീരെ ചെറിയ പ്രായമാണ് അവനെ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് തോന്നിയതുമില്ല. അവൻ്റെ കൊഞ്ചലും തമാശയൊക്കെ ഞങ്ങളുടെ മനസ്സ് ഒരുപാട് മാറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അവനെ പിരിയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുഞ്ഞനിയനാ അവൻ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അങ്ങ് കരയും നിധിയെടുത്ത്. അപ്പോൾ നിധി പറയും, പിന്നെ അവൻ നമ്മുടെ സ്വന്തം അനിയനില്ലേ, ഒരമ്മ പ്രസവിച്ചില്ലെങ്കിലും രക്തബന്ധം അല്ലെങ്കിലും നമുക്ക് കൂടെപ്പിറപ്പിനെ കിട്ടുമെന്നൊക്കെ നിധി പറയും. അങ്ങനെ സത്യങ്ങളെല്ലാം നിധിയോട് സുധീഷ് അങ്ങ് പറയും. അതിനുശേഷം രാവിലെ കോളേജിൽ പോവും. നികേഷ് കോളേജിൽ പോകുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭാസ്കരൻ അതുവഴി സൈക്കിളിൽ ഇങ്ങോട്ട് വരും. സൈക്കിളിൽ വരുന്ന സമയത്ത് ഭാസ്കരനെ കാണുന്നതും നികേഷിന് ഭയങ്കര ദേഷ്യമാണ്. ഭാസ്കർ അങ്ങ് തിരിച്ചങ്ങ് പോകും. ഉടനെ ഭാസ്കരൻ വന്നിട്ട് നികേഷിന് ചോദിക്കും, നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കുന്നത്? ഞാൻ നിന്നോട് വല്ല തെറ്റും ചെയ്തു? ഒരു സത്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, പണ്ടേ പറയേണ്ടതായിരുന്നു, അതിപ്പോൾ പറഞ്ഞു. നിങ്ങൾ പണ്ടേ പറയണമായിരുന്നു. എടാ നിൻ്റെ അമ്മയാണ് നിന്നെ എടുത്തോണ്ടിരിക്കുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. ശരി, നിങ്ങൾ വലിയ സത്യവാനല്ലയോ എന്നൊക്കെ പറയും. നിങ്ങളെ എൻ്റെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോകും, എന്നിട്ട് നിങ്ങൾ എവിടുന്നോ പോയി ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ ജനിച്ച ഞാനെന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറയും. എനിക്ക് നീ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് പോകും. നികേഷിനങ്ങ് ദേഷ്യം മാറത്തില്ല. അതിനുശേഷം നിധി ഇങ്ങനെ റൂമിലിരിക്കണം. ആ സമയത്ത് നിധി എന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം. അങ്ങനെ നിധി അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാണ് ഫോണിലൊക്കെ. അങ്ങനെ ഒരു ഫ്രണ്ടിനെ വിളിക്കും. ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് റീഅപ്ലൈ ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റിന് ഉടനെ കിട്ടും, അപ്പോൾ ഇവിടെ ഒരു ജോബ് നോക്കണമെന്നൊക്കെ പറയും. എനിക്ക് പരിചയമുള്ളൊരു കമ്പനിയുണ്ട്, ഞാൻ അവിടുത്തെ അഡ്രസ്സ് തരാം, നീ ഒന്ന് അന്വേഷിക്കാൻ പറയും, ഇവിടെ വേക്കൻസി ഇപ്പോൾ ഉണ്ടെന്ന്. അങ്ങനെ നിധി അതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നികേഷ് കോളേജ് വിട്ട് വരുന്ന സമയം കഴിഞ്ഞിട്ട് നികേഷിനെ കാണാത്തതുകൊണ്ട് നിധിക്ക് ടെൻഷനുണ്ട്. കാരണം ഇന്ന് അവിടെ നടന്ന ഇൻസിഡൻ്റൊക്കെ അങ്ങനെയുള്ളതായിരുന്നല്ലോ. അങ്ങനെ നിധി ഫോണെടുത്ത് നികേഷിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 1-2 തവണ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് ആണെന്ന് ഫോൺ. നിധി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഉടനെ സുധീഷിനെ വിളിച്ച് പറയും, എന്തോ നിധി പതിവില്ലാതെ എന്നെ വിളിച്ചത്. അപ്പം സുധീഷ് ഒരു റൊമാൻറ്റിക് മൂഡിലൊക്കെയാണ്. സുധീഷെ, ഞാൻ വിളിച്ചത് നികേഷ് കോളേജ് വിട്ട് വരേണ്ട സമയം കഴിഞ്ഞു, എന്നിട്ടും ഇതുവരെ എത്തിയില്ല. ഫോണിൽ വിളിച്ചു നോക്കില്ലേ? ഞാൻ വിളിച്ചു, പക്ഷേ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, എനിക്ക് ഞാനൊന്ന് അന്വേഷിക്കാം, നികേഷ് ഒന്ന് അന്വേഷിക്കണേ, എനിക്ക് ടെൻഷനുള്ളവർ. വിഷമിക്കേണ്ട, അവൻ എവിടെ പോകാനാ, അവൻ റോഡിൽ എവിടെയെങ്കിലും കാണും, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അതിനുശേഷം സുഭാഷ് അങ്ങോട്ട് വരും നികേഷിനുള്ള സ്നാക്സൊക്കെ ആയിട്ട്. ഉടനെ ചോദിക്കും, നികേഷ് എന്തേ മോളെ? നികേഷ് വന്നിട്ടില്ല. സുഭാഷ് വന്നില്ലേ? സമയം എത്രയായല്ലോ? സാധാരണ വരുന്നത് ഒരുപാട് സമയമായി, ഞാൻ ഫോണിൽ വിളിച്ചു, പക്ഷേ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഞാൻ സുധീഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ കണ്ടു മോളെ, ഞാൻ ജോലിയിലായിരുന്നു പറയും. സുഭാഷ് ചേട്ടാ, നികേഷ് എവിടെ പോയി കാണും? അവനെവിടെയും പോകത്തില്ല, അവനെവിടെ തന്നെ കാണും, അവരിപ്പോൾ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയും. അങ്ങനെ നികേഷ് വരാത്തതിൻ്റെ ടെൻഷനാണ് സുഭാഷിനും. നിധിയെ സമാധാനിപ്പിക്കുന്നെങ്കിലും സുഭാഷിനും നല്ല ടെൻഷനുണ്ട്. അങ്ങനെ എല്ലാവരും നികേഷിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി സുധീഷും അന്വേഷിച്ച് പോയി നികേഷിനെ കൂട്ടിക്കൊണ്ട് വരുമോ? തിരിച്ച് വീട്ടിൽ വരുന്ന നികേഷിന് ഏത് രീതിയിൽ എല്ലാവരോടും പെരുമാറും? കാരണം നല്ല വിഷമമുണ്ടല്ലോ. അപ്പോൾ അതിനായുള്ള കഥകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.